എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പാട്ടോ. നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല, എന്തായാലും പൂജാ ഹോളിഡേ ആണ്. പിള്ളേർക്കൊക്കെ 2 ദിവസം വെറുതെ അടിച്ചു പൊളിക്കാം. എന്നാൽ പിന്നെ കുട്ടി പറഞ്ഞു, ഏട്ടാ നമുക്കൊരു ട്രിപ്പ് ആവാന്ന്. അപ്പം അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. കുട്ടുവിന് തണുപ്പുള്ള സ്ഥലം നോക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ 2 ചോയ്സേ ഉള്ളൂ. ഒന്ന് വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ നമ്മൾ ഒത്തിരി തവണ പോയിട്ടുണ്ട്, വാഗമണ്ണും പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ മൂന്നാർ നമ്മൾ അധികം പോവാത്ത ഒരു സ്ഥലമുണ്ട്, മാങ്കുളത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പോലും കാടിൻ്റെ ഉള്ളിൽ, ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു അടിപ്പൻ റിസോർട്ടുണ്ട്. നമ്മുടെ എലിക്സർ ഹിൽസ്, എലിക്സർ വുഡ്സ് എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടി. ഇത്തവണത്തെ ട്രിപ്പ് അങ്ങോട്ടേക്ക് പിടിക്കാമെന്ന് വെച്ചു. ഏട്ടത്തെയും കുട്ടികളും പൂജാ ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോയതുകൊണ്ട് അവരെ കൂട്ടാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ അമ്മയുമൊത്ത് ഞങ്ങളിതാ യാത്ര തുടങ്ങി. നേരിമംഗലത്തുള്ള ഈ പാലം കയറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു വൈബാണ്. ഫുൾ കാടും വളവും തിരുവുമൊക്കെ ആയിട്ട് ആ ഒരു മലനിരകളുടെ ഒരു ബ്യൂട്ടി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ബ്യൂട്ടി തന്നെയാണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ മഴ തുടങ്ങി. മൂന്നാർ യാത്രയിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസാണ്. ഞങ്ങളും അതിൻ്റെ ഫ്രണ്ടിലെത്തി. മഴ അപ്പോഴത്തേനും നമുക്കൊന്ന് മാറിയിട്ടു. അത്യാവശ്യം നല്ല ക്രൗഡുണ്ടായിരുന്നു. ഇതുവഴി പാസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക. 2, ഇവിടെ നല്ല പൈനാപ്പിളും നല്ല മാംഗോ, പച്ചമാങ്ങ കട്ട് ചെയ്തതും കിട്ടും. ഇത് 2ഉം നമ്മൾ മിസ്സാക്കാറില്ല. അങ്ങനെ നമ്മളും ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട് നമ്മളൊരു മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കാരണം ഉച്ചയായി. എന്തായാലും അടിമാലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. നവരാത്രി ആയതുകൊണ്ട് നല്ലൊരു വെജ് ഹോട്ടൽ കയറി തന്നെയായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ചാപ്പാട്. അങ്ങനെ നമ്മൾ കല്ലാർന്ന് തിരിഞ്ഞ് മാങ്കുളം റൂട്ടിലേക്ക് കയറി. വരുന്ന വഴി ഹൈവേയുടെ പണിയായതിനാൽ നമ്മൾ കുറേ ലേറ്റായി കേട്ടോ. പക്ഷേ ഈ ഒരു റൂട്ടിൽ കയറിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കണ്ടില്ലേ, കോടമഞ്ഞും നല്ല തണുപ്പും, നാച്ചുറൽ ശുദ്ധവായു ശ്വസിച്ചിട്ടുള്ള യാത്രയായിരുന്നു നമ്മുടെ. അങ്ങനെ എല്ലാവരുടെയും കണ്ണുകൾക്ക് ഇമ്പമേകുന്ന നമ്മുടെ മൂന്നാറിൻ്റെ പ്രകൃതി മനോഹരമായിട്ടുള്ള ബ്യൂട്ടി എന്താണ് നമ്മുടെ തേയിലത്തോട്ടം. നമുക്കൊന്നും പറയാനില്ല. അപ്പുകുട്ടനാണെങ്കിൽ ഏതൊരു സിനിമയിൽ ഏതൊരു നായകൻ കാണിക്കുന്ന പോസൊക്കെ ചെയ്ത് അവൻ്റെ കഴിവുകളൊക്കെ പ്രദർശിപ്പിച്ചു. പ്രകൃതിയുടെ ഒരു ബ്യൂട്ടി, ആ കോടമഞ്ഞിൻ്റെ ബ്യൂട്ടി. മൂന്നാർ അങ്ങനെയാണ്. നമ്മൾ ഏതൊക്കെ സമയത്ത് വന്നാലും ഓരോ ടൈമിലും ഓരോരോ ഭാവങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തവണത്തെ യാത്രയിൽ എന്തായാലും കുട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കോടമഞ്ഞും തണുപ്പും അത് കുട്ടു ശരിക്കും ആസ്വദിച്ചു. 2 ഇണക്കുരുകളെ പോലെ ഞങ്ങളങ്ങനെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. ഈ കാണുന്നതൊക്കെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ മാങ്കുളത്തുനിന്ന് മൂന്നാർക്ക് പോകുന്ന വഴിയുണ്ട് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. ആ വഴിയിലൂടെ ഞങ്ങളിതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു റൂട്ട് നമ്മൾ സൂക്ഷിച്ചു പോകേണ്ട റൂട്ടാണ്. നമ്മുടെ മുന്നിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയുണ്ട്. കാരണം എന്താണെന്നല്ലേ, എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 5:30-5:45 സമയമായി. 6 മണി ഈ ഒരു സമയത്താണ് നമുക്കിവിടെ ആന ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടി ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് ചെക്കിംഗ് ഒക്കെ നടത്താറുണ്ട്. നല്ല കോടയായിരുന്നു. കോടമഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഗംഭീര കോടമഞ്ഞ്. വഴിയിൽ കുറേ ചെറുപ്പക്കാർ മേളിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഫോറസ്റ്റുകാർ അവരോട് പറഞ്ഞു, ആന ഇറങ്ങുന്നുണ്ട്, വേഗം പൊക്കോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. എലിക്സർ വുഡ്സ് എന്നുള്ള സ്ഥലത്താണ് നമ്മളെത്തിയത്. ഒരു ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ. നല്ലൊരു ക്ലൈമറ്റും. കാരണം ഒരു കാട്ടിനകത്തുള്ള ഒരു റിസോർട്ടാണ്. ശരിക്കും ഞാൻ പറഞ്ഞു, ഇവിടെ 2 പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് എലിക്സർ ഹിൽസും എലിക്സർ വുഡ്സും.
ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ നമ്മൾ ശരിക്കും എലിക്സർ ഹിൽസ് ആയിരുന്നു ബുക്ക് ചെയ്യാൻ നോക്കിയത്, പക്ഷേ കിട്ടിയില്ല. നമ്മൾ കിട്ടിയത് ഇതാണ്, അതായത് 1 BR ഒരു കോട്ടേജ്. അത് ശരിക്കും നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാട്ടോ. ഇവിടെ നമുക്ക് 1 BR 2 പ്രോപ്പർട്ടിയാണുള്ളത്. നമുക്കിവർ അയച്ചു തന്ന വീഡിയോയും ഫോട്ടോയും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ അത്രയും ഒരു രസം തോന്നിയില്ല കേട്ടോ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് കുട്ടൂനും. കാരണം വെച്ചാൽ നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറേ മാറിയിട്ടാണ് ഇതൊക്കെ ഉള്ളത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആംബിയൻസും ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ താഴെ ഇവരുടെ മെയിൻ പ്രോപ്പർട്ടി എലിക്സർ ഹിൽസ്, നമ്മളിവിടെ എത്തി കണ്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുവാണെങ്കിൽ നമുക്കൊന്നും അൺപ്രഡിക്റ്റബിളാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇതാണ് മക്കളെ നമ്മൾ വന്നാൽ എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം. എലിക്സറിൻ്റെ വുഡ്സ് അല്ല, ഹിൽസാണെന്ന് ഞാൻ പറയും. ഇത് ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പലർക്കും പല രീതിയിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. താഴെ ക്യാമ്പ് ഫയറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി നൈറ്റ് വ്യൂ ഒന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി. കണ്ടോ, ഒന്നും പറയാനില്ല, അതിഗംഭീരം, ഒറ്റ വാക്കിൽ. ഇവിടുത്തെ പൂളും സൂപ്പർ. നൈറ്റിൽ കണ്ടോ, നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പൂളാണ്. ആ പൂളിൻ്റെ ഇടയിലൂടെ വലിയൊരു മരങ്ങളും. ഇത് പകല് കാണണം കേട്ടോ. സൂപ്പറായിട്ട് ഈ മരങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ തീർച്ചയായിട്ടും പകൽ തന്നെ കാണണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ, നാളെ എന്തായാലും പകൽ കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തീയൊക്കെ കാഞ്ഞ് നേരെ റിസോർട്ടിൻ്റെ മേളിൽ വന്ന് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നയവിറക്കി ഒരു പിയാനയിൽ ഒരു പിടുത്തം പിടിച്ചു. അത് കണ്ടപ്പോൾ കുട്ടൂനും ഒന്ന് പിടിക്കണം തോന്നി. അവളും ഒരു പിടുത്തം പിടിച്ചു. ആഗ്രഹിച്ച പോലത്തെ ഒരു റൂം കിട്ടാത്തതിൻ്റെ വിഷമമൊക്കെ ഇവിടെ വന്നപ്പോൾ മാറിയിട്ടോ. ഒരു നിമിഷം ടൈറ്റാനിക്കിലെ ജാക്കും റോസുമായി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ രാത്രിയിലെ ഡിന്നർ കഴിക്കാൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക്. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരാം, അല്ലെങ്കിൽ അവരുടെ ജീപ്പുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിക്കുന്നുണ്ട്. പിന്നെ കുട്ടൂന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പാസ്ത. പക്ഷേ ഞാൻ സ്നേഹത്തോടു കൂടി വിളമ്പിയപ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുകയുണ്ടായി. യാത്രയുടെ ക്ഷീണം കാരണം അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് വന്നില്ല. മക്കളെ, നാളെ വരാമെന്ന് പറഞ്ഞു. എനിക്കുള്ള ഫുഡ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് യാത്രയായി. അങ്ങനെ നേരെ പുലർന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഈ താഴെ കാണുന്ന കേട്ടോ നമ്മുടെ റിസപ്ഷൻ ഏരിയ എലിക്സർ വുഡ്സിൻ്റെ. അവിടെ നിന്ന് എന്തോരം മാറിയിട്ടാണ് നമ്മുടെ കോട്ടേജിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, 10 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒന്നും പറയാനില്ല കേട്ടോ, വിഭവസമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇവരുടെ ഫുഡെല്ലാം സൂപ്പർ, അതിഗംഭീരം, നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേ മാത്രമാണ് നമുക്കൊരു സ്വല്പം ഒരു ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ അത് താഴെ ഹിൽസിലായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തതും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് അതൊന്നും കിട്ടിയില്ല. നവരാത്രി പൂജ ഹോളിഡേ ആയതുകൊണ്ട് എല്ലായിടത്തും തിരക്കായിരുന്നു, ഒന്നും കിട്ടാനില്ല. പക്ഷേ ഇവരുടെ ഫുഡിൻ്റെ വെറൈറ്റി കണ്ടോ, ഇത്രയേറെ വെറൈറ്റി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. അതിലും നമ്മൾ വെജ് നോക്കി തന്നെ നമ്മൾ കഴിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ എന്തെടുത്ത് കഴിക്കണമെന്ന് എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു കേട്ടോ. നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആട്ടോ നമ്മുടെ സ്വിമ്മിംഗ് പൂള്.
അത് കണ്ടാൽ പിന്നെ അവൻ വിടില്ല. എത്ര തണുപ്പാണെങ്കിലും അവൻ ഒരു പ്രശ്നമല്ല. കണ്ടില്ലേ, ഞാനും കുളിക്കാൻ വന്നതായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ ചാടാൻ. പക്ഷേ തണുപ്പ് കാരണം ഞാൻ ഇറങ്ങിയില്ല. പക്ഷെ അവൻ ശരിക്കും എൻജോയ് ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് നമ്മുടെ എലിക്സർ ഹിൽസിൻ്റെ പ്രോപ്പർട്ടിയിലെത്തി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ താഴത്തേക്ക് വരണം. നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ നമ്മൾ താഴത്തേക്ക് എത്തി. ഇന്നലെ രാത്രി കണ്ട വ്യൂവിൻ്റെ പകൽ വ്യൂസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതെല്ലാം വാസ്തവമാണെന്ന്. അമ്മ ഇന്നലെ വരാത്തത് കൊണ്ട് അമ്മയ്ക്കെല്ലാം കൗതുകമായിരുന്നു. അമ്മയെല്ലാം ചുറ്റി നടന്ന് കാണുകയുണ്ടായി. നല്ല ക്ലൈമറ്റും രസം. ഇന്നലെ നമ്മൾ താഴേക്ക് ഇറങ്ങിയ അതേ പടികളിൽ കൂടെ നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി. ഇന്നലെ കണ്ട നൈറ്റ് വ്യൂ ഒന്നുകൂടെ പകൽ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ പൂളിൻ്റെ അടുത്തെത്തി. കണ്ടോ, ആ ഒരു കാഴ്ച നൈറ്റും ഡേയും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഞാൻ പറഞ്ഞ പ്രകൃതി രമണീയമായ മരങ്ങളും ആ ഒരു കാഴ്ചയും ഒക്കെ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. പക്ഷേ ഇവിടെ അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു സംഭവമുണ്ട് കേട്ടോ. അവിടേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ കൊടും വനത്തിൽ കൂടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കേവ്, ഒരു വാട്ടർഫോൾസ്, അവരുണ്ടാക്കി വെച്ച ഒരു പാലം, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. അതാണ് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോകാം. കാട്ടിൽ കൂടെയാണെങ്കിലും തിരച്ചും സുരക്ഷിതമാണ് കേട്ടോ. അപ്പുക്കുട്ടനൊക്കെ നേരത്തെ തന്നെ താഴെ ഇറങ്ങി ആ പാലത്തേലൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ശരിക്കും നാച്ചുറലായിട്ടുള്ള ഒരു വള്ളികൾ പടർന്നു നിൽക്കുന്ന പോലെ തന്നെയല്ലേ നമുക്ക് കാണുമ്പോൾ ഫീലാവുന്നത്. സത്യം പറഞ്ഞാൽ ഇതവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ സിമെൻറ്റിൽ. പക്ഷേ ഒരിക്കലും അത് ഉണ്ടാക്കിയതാണ് നമ്മൾക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും ഒറിജിനാലിറ്റിയാണത്. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ നമ്മുടെ ഗുണ കേവ് പോലത്തെ ഒരു നാച്ചുറൽ കേവ്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീൽ. ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പും ഒന്നും പറയാനില്ല. അത്രയേറെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു ആ ഒരു കേവ്. ശരിക്കും പ്രകൃതിയുടെ ഒരു ഭംഗി, നാച്ചുറലായിട്ടുള്ള ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയേറെ ബ്യൂട്ടിയായിരുന്നു ആ ഒരു കാഴ്ചയെല്ലാം. ഇനിയാണ് ഇവരുടെ നാച്ചുറലായിട്ടുള്ളൊരു വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പോകാം. ആ പോകുന്ന വഴിയിലും അവരുടെ കുറേ നിർമ്മിതികൾ അതിഗംഭീരം. ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയ കലക്കലുണ്ട്. പക്ഷെ എന്നാലും ഒന്നും പറയാനില്ല, അതിഗംഭീരം. നമ്മൾ കുളിച്ച് റെഡിയായിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ചാൻസ് മിസ്സായി. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മുങ്ങി കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാമായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഈ എലിക്സർ ഹിൽസിൽ വന്ന് താമസിച്ച് ഈ ആംബിയൻസൊക്കെ ഒന്നുകൂടി എക്സ്പീരിമെൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വിട വാങ്ങുകയാണ്. കാരണം നാളെ വിജയദശമിയാണ്. നമുക്ക് പൂജയ്ക്ക് വെച്ചതെല്ലാം എടുക്കണം. എന്തായാലും ഈ ഒരു 2 ദിവസത്തെ യാത്ര മനസ്സിനും ശരീരത്തിനുമെല്ലാം നല്ലൊരു ഉണർവാണ് നമുക്ക് നൽകിയത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ആ തണുപ്പിൽ നമുക്കൊരു 2 ദിവസം എല്ലാം മറന്ന് യാത്ര ചെയ്യാനായി എന്നുള്ളത് തന്നെയാണ്
നമുക്ക് ഈ യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ബായ്.